ആയിട്ടുള്ള ഈ ഒരു നോമ്പ് കാലത്ത് കുറ്റിക്കാട് സെന്റ് സെബാസ്റ്റ്യൻ ഫൊറൈൻ ചർച്ചിൽ ഏറ്റവും ഒരുക്കത്തോടെയും ഭക്തിയോടെയും തുടർച്ചയായിട്ടുള്ള 40 മണിക്കൂർ ആരാധന ഈ ഒരു ഇടവകയിൽ എല്ലാ വർഷവും നടത്തിപ്പോരുകയാണ്. എനിക്ക് തോന്നുന്നു അത് ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകതയാണ് അല്ലേ, വേറെ എവിടെയും നമ്മളത് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛനായിട്ടുള്ള ലിജു അച്ഛനും അതുപോലെ കൊച്ചച്ഛന്മാരായിട്ടുള്ള ജേക്കബ് അച്ഛനും ആൽബിനച്ഛനും ഒക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആരാധനയ്ക്ക് മുൻപായിട്ട് ഒരു പിണ്ടി ഡെക്കറേഷൻ കോമ്പറ്റീഷൻ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ഇവിടെ വന്ന് വീഡിയോ ചെയ്യാറുള്ളതാണ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനായിട്ട് അത് നമ്മൾ ഷെയർ ചെയ്യാറുള്ളതാണ്. അപ്പോൾ കേന്ദ്ര സമിതി മെമ്പേഴ്സ് അല്ലെങ്കിൽ കേന്ദ്ര സമിതിയുടെ ഭാരവാഹികളും സാരഥികളും ഒക്കെയാണ് നമ്മുടെ കൂടെ ഇവിടെയുള്ളത്. ഇടവക പ്രതിനിധിയായിട്ടുള്ള ലിജോ ചേട്ടനും നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ യൂണിറ്റുകളാണ്. 45 യൂണിറ്റുകളാണ് അല്ലേ അച്ഛാ, 45 യൂണിറ്റുകളാണ് ഈ ഒരു ഇടവകയിലുള്ളത്. ഏറ്റവും വലിയൊരു പ്രത്യേകത അല്ലെങ്കിൽ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 45 യൂണിറ്റുകളും ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു യൂണിറ്റ് പോലും ഒഴിഞ്ഞു മാറിയിട്ടില്ല, എല്ലാവരും പങ്കെടുക്കുന്നു. ഇതൊരു മത്സരം എന്നുള്ളതിലുപരി ഇതൊരു കൂട്ടായ്മയാണ് അല്ലേ. ഇടവകയിലെ ഏതാനും ആളുകൾ ഈ ഒരു സമയം എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ പള്ളിയുടെ മുറ്റത്ത് തന്നെ എല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. കൊച്ചു കുട്ടികളെ തുടങ്ങി ഒത്തിരി പ്രായമായവർ വരെ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. നാളെ മുതൽ ആരാധന ആരംഭിക്കുകയാണ്. അപ്പോൾ ഉയർപ്പ് തിരുനാളിനോടനുബന്ധിച്ചുള്ള ആരാധനയാണല്ലേ. അപ്പോൾ ഇതിന് ഒരുക്കമായിട്ട് എല്ലാവരും ഏറ്റവും മനോഹരമായിട്ടാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ഏറ്റവും എന്താ പറയുക, ശരിക്കും നമുക്ക് മറ്റൊരു ഇടത്തും കാണാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഈസ്റ്റർ വരികയാണ്, നമുക്ക് ഉയർപ്പ് തിരുനാൾ വരുന്നു. അപ്പോൾ അച്ഛാ, നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഒരു സന്ദേശം പറയാനായിട്ട് അച്ഛനോട് തന്നെ റിക്വസ്റ്റ് ചെയ്യാണ്. ഞങ്ങളുടെ ഈ ആരാധനയുടെ ഒരു ആപ്തവാക്യം വരുവിൻ ഈശോയെ ആരാധിക്കാം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്ത് ആത്മപരിത്യാഗത്തിൻ്റെയും പ്രാർത്ഥനാ ചൈതന്യത്തിൻ്റെയും സഹോദര സ്നേഹത്തിൻ്റെയും സമയമായ ഈ നാളിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ കൂട്ടായ്മ വർദ്ധിപ്പിക്കാൻ, ഈശോയോടൊപ്പം കുറച്ച് സമയമായിരിക്കാൻ, നിയോഗങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഈ 40 മണിക്കൂർ ആരാധന ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഈ ഇടവകയിലേക്ക് ഈശോയെ ആരാധിക്കാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുക. അതിനെ കുറച്ചും കൂടി ഒരു കൂട്ടായ്മ വർദ്ധിപ്പിക്കാനായിട്ടാണ് ഇങ്ങനെയുള്ള മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ ബഹുമാനപ്പെട്ട അച്ഛന്മാർ, ബഹുമാനപ്പെട്ട കൈക്കാരന്മാർ, കേന്ദ്ര സമിതി പ്രസിഡന്റ്, ഇടവക പ്രതിനിധി, അതുപോലെ തന്നെ മറ്റ് കുടുംബസമ്മേളന ഭാരവാഹികൾ എല്ലാവരെയും അഗൈതവുമായിട്ടുള്ള സഹകരണം, അതുപോലെ തന്നെ സന്തോഷത്തോടു കൂടിയിട്ടുള്ള അവരുടെ കൂട്ടായ്മ, ഇതൊക്കെ എടുത്തു പറയേണ്ടതാണ്. തീർച്ചയായിട്ടും ഈ 40 മണിക്കൂർ ആരാധനയിലേക്ക് ആത്മവിശുദ്ധീകരണത്തിൻ്റെ ഈ സമയത്തിലേക്ക് എല്ലാവരെയും ഏറ്റവും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യും. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഏറ്റവും മനോഹരമായൊരു സന്ദേശം നമ്മുടെ ഫാമിലിക്ക് വേണ്ടി തന്ന അച്ഛനോട് ഇനി നന്ദി പറയുന്നു. ഒപ്പം നമ്മുടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും, ഒപ്പം ഈ ഇടവകയിലെ ഓരോരുത്തർക്കും, നമ്മുടെ യൂട്ടൻ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനും നമ്മൾ ഉയർപ്പ് തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുകയാണ്. ഇനി നമുക്ക് ഇന്ന് മത്സരത്തിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള എല്ലാ പിണ്ടികളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം കേട്ടോ.
ഫോട്ടോ